ഈ അധ്യായത്തിൽ ലെയറുകൾക്ക് പലതരത്തിലുള്ള സ്റ്റൈലുകൾ നൽകി ലെയറുകളെ കൂടുതൽ ആകർഷകമാക്കുന്നതിനുള്ള ഏതാനും ഓപ്ഷനുകളെ പരിചയപ്പെടാം. ഈ ഡോക്യുമെന്റിൽ 5 ലെയറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലെയർ പാലറ്റിൽ ശ്രദ്ധിക്കുക. ഇവിടെ 5 വ്യത്യസ്ത ലെയേഴ്സ് കാണാം. ലെയറുകൾക്ക് സ്റ്റൈലുകൾ കൊടുക്കുന്നതിന് മുൻപ് ആദ്യം ആ നിശ്ചിത ലെയർ പാലറ്റിൽ നിന്നും സെലക്ട് ചെയ്യണം. അതിനുശേഷം ലെയർ മെനുവിൽ നിന്നും ലെയർ സ്റ്റൈൽ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ബ്ലെൻഡിംഗ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ലെയർ സ്റ്റൈൽ എന്ന പേരിൽ ഒരു വിൻഡോ കാണാവുന്നതാണ്. ഈ വിൻഡോയുടെ സഹായത്തോടെ സെലക്ട് ചെയ്ത ലെയറിൽ നമുക്കിവിടെ കാണുന്ന വിവിധ ഇഫക്റ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ലെയർ പാലറ്റിലെ ഈ നീല നിറത്തിൽ കാണുന്ന ലെയർ സെലക്ട് ചെയ്ത് അതിൽ ലെയർ സ്റ്റൈലിലുള്ള ഡ്രോപ്പ് ഷാഡോ ഇഫക്റ്റ് അപ്ലൈ ചെയ്തു നോക്കാം. ഇതിനായി ഡ്രോപ്പ് ഷാഡോ എന്ന ഓപ്ഷൻ ഈ വിൻഡോയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ലെയറിൽ ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ആയിരിക്കുന്നത് കാണാം. ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന വിവിധ ഓപ്ഷനുകൾ ലെയറിന് അനുയോജ്യമായ രീതിയിൽ ക്രമീകരിക്കാൻ സാധിക്കും. അതായത് ഡ്രോപ്പ് ഷാഡോയുടെ ബ്ലെൻഡ് മോഡ്, ഒപ്പാസിറ്റി, ആംഗിൾ, ഡിസ്റ്റൻസ്, സ്പ്രെഡ്, സൈസ്, അതുപോലെ തന്നെ നോയ്സ് തുടങ്ങിയവ നമുക്കിവിടെ നിന്നും ആവശ്യാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ആ പ്രത്യേക ലെയറിൽ വരുന്ന മാറ്റം നിങ്ങൾ കണ്ടുകാണുമല്ലോ. അടുത്തതായി നമുക്ക് ഇന്നർ ഷാഡോയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നാം സെലക്ട് ചെയ്ത ലെയറിന്റെ ഉൾവശത്തായി ഷാഡോ അപ്ലൈ ചെയ്യുന്നതിനാണ് ഇന്നർ ഷാഡോ ഉപയോഗിക്കുന്നത്. ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്യുമ്പോൾ ഡോക്യുമെന്റിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇന്നർ ഷാഡോയുടെ ബ്ലെൻഡിംഗ് മോഡ്, ഒപ്പാസിറ്റി, ഡിസ്റ്റൻസ്, ചോക്ക്, സൈസ്, നോയ്സ് തുടങ്ങിയ ഓപ്ഷനുകൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.